നമസ്കാരം. ഇത് ഇന്ന് കായംകുളം ആലപ്പുഴയിൽ നിന്ന് നമുക്ക് കൊറിയർ വർക്കായി വന്നിട്ടുള്ള ഒരു പോക്കോ X2 സെറ്റാണ്. ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സെറ്റ് ഓൺ ആണ്. ഇതിന്റെ ഇഷ്യൂ വരുന്നത് ടച്ച് വർക്ക് ചെയ്യാത്തതാണ്. ഈ പോക്കോ സീരീസിലൊക്കെ കോമൺലി ടച്ച് വർക്ക് ചെയ്യാത്തത്, അതുപോലെ ക്യാമറ വർക്ക് ചെയ്യാത്തതൊക്കെ കൂടുതലായിട്ടും ഇതിന്റെ CPU കംപ്ലൈൻറ്റോടാണ് വരാറുള്ളത്. എന്തായാലും ഇത് നമുക്ക് CPU വർക്കുകൾ മാത്രം ചെയ്യുന്ന നമ്മളെ CPU ടെക്നീഷ്യനോടൊന്ന് ചോദിച്ചു നോക്കാം. സഫാന്, അനുകൂട്ടാ, ഇത് പോക്കോന്റെ X2 ടച്ച് വർക്ക് ചെയ്യാത്തതാണ് ഇഷ്യൂ. കൊറിയർ വർക്കായിട്ട് വന്നിട്ടുള്ള എന്തായിരിക്കും പ്രോബ്ലം വരുന്നത്? പോക്കോന്റെ X2 കോമൺലി CPU ഇഷ്യൂ ആണ്, ടച്ച് വർക്ക് ചെയ്യാത്ത ഇഷ്യൂ വരുന്നത്. CPU SCL കണക്ഷൻ, ടച്ചിന്റെ SCL കണക്ഷൻ മിസ് ആകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ. ഇത് ഫിക്സ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും? ഇത് 30 to 1 hour നമുക്ക് ഫിക്സ് ചെയ്യാന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ സഫു, നമുക്കിപ്പം ഏറ്റവും കൂടുതൽ CPU കംപ്ലൈന്റ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് പോക്കോ സീരീസ് അല്ലേ? അതെ. അതിപ്പം ഇതിനിപ്പോ നമുക്ക് ടച്ച് ഇഷ്യൂ ആയിട്ടാണ് ഈ ഫോൺ വന്നിട്ടുള്ളത്. ഇതുപോലെ വേറെ എന്തൊക്കെ ഇഷ്യൂ ആയിട്ടാണ് വരാറുള്ളത്? അത് മെയിൻ ആയിട്ട് ഇതിൽ യൂസ് ചെയ്ത CPU എന്ന് പറഞ്ഞാല് 7150 എന്ന് പറഞ്ഞ സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രശ്നം വരുത്തുക എന്ന് പറഞ്ഞാല് ഇതിൽ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ വരും, അതുപോലെ തന്നെ ബാക്ക് ക്യാമറ കിട്ടാത്ത പ്രശ്നം, ഫ്രണ്ട് ക്യാമറ കിട്ടാത്ത പ്രശ്നം, വൈഫൈ വർക്ക് ചെയ്യാത്ത പ്രശ്നം, ബ്ലൂടൂത്ത് വർക്ക് ചെയ്യാത്ത പ്രശ്നം, പിന്നെ ഓഡിയോന്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ CPU റീകണക്ഷൻ ചെയ്താല് സംഭവം ഫുള്ളും സെറ്റ് ആവും. ഓക്കെ, ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? അതെ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഫോൺ ഹീറ്റ് ആയിട്ട് ഈ കണക്ഷൻസ് ഒക്കെ ഡ്രൈ ആയി പോകുന്നതാ. നമ്മളെ ഈ ചിപ്സെറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത് മൊത്തം ഹീറ്റ് ചെയ്തിട്ടാണ്. അപ്പോ ഫോണിന് അൺഫോർച്ചുനേറ്റ്ലി ഓവർ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ കണക്ഷൻസ് ഒക്കെ ഡ്രൈ ആയിട്ട് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട് കണക്ഷൻസ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലേ? അതെ. സഫു, പിന്നെ പല കസ്റ്റമേഴ്സും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, CPU ചെയ്യാൻ തരുന്ന സമയത്ത് ഡാറ്റ പോയി പോവോ, നമ്മളെ ഡാറ്റ മിസ്സായി പോവോ, അത് തിരിച്ചു കിട്ടാൻ വഴിയുണ്ടോ എന്നുള്ളത്. അപ്പൊ ഇതെങ്ങനെയാ, CPU ചെയ്യുമ്പോൾ നമ്മളെ ഡാറ്റ പോകാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, CPU ചെയ്യുമ്പോൾ ഡാറ്റ ഒരിക്കലും മിസ്സാവില്ല. കാരണം CPU നമ്മൾ റീബോൾ ചെയ്യാം, CPUന്റെ ഉള്ളിലുള്ള കണക്ഷൻസ് കാര്യങ്ങളൊക്കെ റീബോൾ ചെയ്യാം. അപ്പൊ ഡാറ്റ ഒരിക്കലും മിസ്സാവില്ല. പിന്നെ ചില കസ്റ്റമർ ഈ CPUന്റെ ഇഷ്യൂനോട് തന്നെ ഫോൺ ലോഗോയിലൊക്കെ സ്റ്റക്കായി നിൽക്കും. അപ്പൊ ചില കസ്റ്റമർ വൈപ്പ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ അവർക്കുണ്ട്. എന്ന് വെച്ചാൽ പവർ ബട്ടണും വോളിയം ഡൗൺ ബട്ടണും നെക്കി പിടിച്ചിട്ട് നമ്മൾ ലോക്ക് പൊട്ടിക്കുന്ന ഒരു പഴയ മെത്തേഡ് ഉണ്ടല്ലോ, ആ മെത്തേഡിൽ വൈപ്പ് ഓപ്ഷനിലേക്ക് പോകും. അങ്ങനെ കസ്റ്റമർ വൈപ്പ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഒരിക്കലും ഡാറ്റ ബാക്കപ്പ് ആയിട്ട് കിട്ടൂല, കാരണം അത് മൊത്തത്തിൽ വൈപ്പായി പോകും. പിന്നെ ഫോൺ ഓൺ ആവില്ല, പഴയ കണ്ടീഷനിൽ തന്നെ ലോഗോയിൽ സ്റ്റക്കായി നിൽക്കും. അപ്പൊ അത് CPU ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് അതേ ഒരു കണ്ടീഷനിൽ നമുക്ക് തരാണെന്നുണ്ടെങ്കിൽ CPU ചെയ്താൽ ഫോൺ കംപ്ലീറ്റ്ലി ഓൺ ആവും. പക്ഷെ ഓൾറെഡി ഒരു വൈപ്പ് അടിച്ചതിനോണ്ട് ഡാറ്റാസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഫുള്ളും പോയിണ്ടാവും. അപ്പൊ ആദ്യമേ നമുക്ക് തരണം, ആദ്യമത്തെ ലോഗോളിൽ തരാണെങ്കിൽ ഡാറ്റ ഒന്നും മിസ് ആവാണ്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ CPU ഒക്കെ റീകണക്ഷൻ ചെയ്തേക്കാണ്. ഇനി ഹീറ്റ് അടിച്ചിട്ട് തിരിച്ച് ഫിക്സ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പം നമ്മൾ CPU തിരിച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? സെറ്റ് കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഇപ്പം പോക്കോ സീരീസിന് മാത്രമല്ല, ഒരുപാട് ഫോൺസിന് ഈ CPU ഇഷ്യൂസ് വരാറുണ്ട്. റെഡ്മീൻ്റെ ഫോൺസും സാംസങ്ങിൻ്റെ ഫോൺസും റിയൽമി ഒക്കെ വരാറുണ്ട്, ഇഷ്യൂസ് വരാറുണ്ട്. അപ്പം നമ്മൾ എല്ലാ മോഡൽസിൻ്റെയും CPU വർക്ക് ചെയ്യുന്നതായിരിക്കും. ഐഫോൺ, ആൻഡ്രോയിഡ് എല്ലാം ചെയ്യുന്നതാണ്. നിങ്ങൾക്കാർക്കെങ്കിലും CPU ഇഷ്യൂസ് ഉള്ള ഫോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഷോപ്പിലേക്ക് കൊണ്ടുവരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദൂരെയാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചെയ്യാവുന്നതാണ്. നമ്മളെ കോൺടാക്ട് ചെയ്ത അഡ്രസ്സ് നമ്മൾ തരുന്നതാണ്. ഓക്കെ, അതപ്പോൾ ഫോൺ ഓണായി, ടച്ച് വർക്കിംഗ് ആണ്. ആദ്യം തീരെ വർക്ക് ചെയ്തില്ലായിരുന്നു. നമ്മൾ CPU റീബോൾ ചെയ്ത് സെറ്റ് ചെയ്തപ്പം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറ, ബാക്ക് ക്യാമറ, ഫ്രണ്ട് ക്യാമറ ഒക്കെ വർക്കിംഗ് ആണ്. ഓക്കെ.
അപ്പോൾ ഇതാണ് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് വന്ന പോക്കോ X2 സെറ്റ്. ഫുള്ള് വർക്കും ഫിനിഷ് ചെയ്തു. ബാക്ക് ഗ്ലാസ് ഒക്കെ പൊട്ടുണ്ടായിരുന്നു, നമ്മൾ മാറ്റിയിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞു ബാക്ക് ഗ്ലാസ് മാറ്റാൻ പറ്റുമെങ്കിൽ അതും കൂടെ മാറ്റിക്കും. കൂടാതെ ഒരു ടെമ്പർ ഗ്ലാസും കൂടി ഇടാൻ പറ്റുമെന്ന് വെച്ചു. ടച്ച് ഗ്ലാസിൻ്റെ മുകളിൽ വരുന്ന പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് അതും നമ്മൾ ഇട്ടിട്ടുണ്ട്. ടച്ചൊക്കെ ഫുൾ വർക്കിംഗ് ആണ്. അതുപോലെ ക്യാമറ, ബാക്ക് ക്യാമറ, ഫ്രണ്ട് ക്യാമറ. ഈ പോക്കോ സീരീസ് മെയിൻലി ഈ ക്യാമറ കംപ്ലൈൻറ്റ്, ടച്ച് കംപ്ലൈൻറ്റ്, നെറ്റ്വർക്ക് ഇഷ്യൂ ഇതൊക്കെ CPU കാരണമാണ് കൂടുതലും വരാറ്. CPU കംപ്ലൈൻറ്റ് കാരണമാണ് കൂടുതലും വരാറ്. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ പോക്കോ സീരീസിൽ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ദൂരെയാണെന്നുണ്ടെങ്കിൽ കൊറിയർ സർവീസ് ചെയ്യാവുന്നതായിരുന്നു. നമ്മൾ റെഡിയാക്കിയിട്ട് തിരിച്ചയക്കുന്നതായിരിക്കും. ഇനി ഇത് നമ്മൾ തിരിച്ച് ആലപ്പുഴയ്ക്ക് കൊറിയർ ചെയ്യാൻ പോവാണ്. Cellphonix Calicut, Mauro, opposite KSRTC bus stand, Calicut.